പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് നാട് എഴുന്നേറ്റത്. ആ നടുക്കത്തിലാണ് കൂടൽ മുറിഞ്ഞകല്ലിലുള്ളവർ. ഒരു കുടുംബത്തിലെ 4 പേരാണ് പൊലിഞ്ഞു പോയത്. കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു എന്നിവരാണ് മരിച്ചത്. എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേരത്തെ MLA സൂചിപ്പിച്ചത് ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും ഈ അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സ്ഥലത്ത് ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപകടം നടന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ സാധിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഈ കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറെ പ്രയാസപ്പെട്ട കാര്യം. കാറ് വെട്ടിപ്പൊളിച്ചൊക്കെ ഇവരെ പുറത്തെടുക്കേണ്ടി വന്നതിൽ 3 പേരും കാറിലുണ്ടായിരുന്ന 3 പേരും തൽക്ഷണം തന്നെ മരിച്ചു. ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു. ഇത് ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേയാണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അജി, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്? അനീഷ, ഇന്ന് രാവിലെയാണ് ഈ നാടിന് നടുക്കിയ ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ 4:30-ക്കാണ് ഈ വാഹനാപകടം ഉണ്ടായത്. ഇത് പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിലാണ് വാഹനാപകടമുണ്ടായത്. ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത്. കോന്നി മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അനുവിൻ്റെ പിതാവാണ് മത്തായി ഈപ്പൻ, നിഖിലിൻ്റെ പിതാവാണ് മത്തായി ഈപ്പൻ, അനുവിൻ്റെ ഭർത്താവാണ് നിഖിലിൻ്റെ പിതാവ് ബിജു എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നെത്തിയ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മലേഷ്യയിൽ നിന്നെത്തിയ മകളെ കൂട്ടി മടങ്ങി വരവെ പുലർച്ചെ 4:15 ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കാർ വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്ത് എടുത്തത്. ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വലിയ ശബ്ദം കേട്ട് നാട്ടുകാരാണ് ഇവിടേക്ക് ഓടിയെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ബസ്സിലുണ്ടായിരുന്നത്, അതായത് ശബരിമല തീർത്ഥാടകരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ആന്ധ്ര സ്വദേശികളാണ്. ഈ ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ കോന്നിയിലെയും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരവും കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്നത്. അനീഷ, ഈ അപകടത്തിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് നാട് എഴുന്നേറ്റ് വരുന്നത്. ഓരോ ദിവസവും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി അപകടത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിലാണ് ഏറ്റവും ഒടുവിലായി വാഹനാപകടത്തിൽ 4 പേർ മരിച്ചിരിക്കുന്നത്. ഈ അജി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതര സ്വഭാവമുള്ളതൊന്നുമല്ലല്ലോ അല്ലേ? അനീഷ, ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു വിവരം അനുസരിച്ച് ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് അവർ ആന്ധ്ര സ്വദേശികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. വലിയ പരിക്ക് ഇവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്തനംതിട്ട SP സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലഭിക്കുന്ന വിവരം. അനീഷ, പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു കുടുംബത്തിലെ 4 പേർ തന്നെയാണ് മരിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോന്നി മല്ലശ്ശേരി സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചുപോയത്. ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ഇവർ ആന്ധ്ര സ്വദേശികളാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്നു. ഇതിനിടെയാണ് ഈ മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിക്കുന്നത്. ഈ മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. അതായത് അനുവും നിഖിലും നവദമ്പതികരാണ്. അവർ ഒരു മലേഷ്യയിൽ നിന്ന് ഒരു യാത്ര കഴിഞ്ഞ് തിരികെ എത്തുകയായിരുന്നു. ഇവരെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയാണ് മത്തായി ഈപ്പനും ബിജുവും പോയത്. അങ്ങനെയാണ് ഒരുപക്ഷെ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിലും ഇപ്പോഴും സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു.
പോലീസ് ഇപ്പോൾ സ്ഥലത്ത് തുടരുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ബസ്സുമായി കൂട്ടിയിടിച്ച് കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ട് ഈ കാർ യാത്രികരെ പുറത്തെടുക്കേണ്ട അവസ്ഥയാണ് സംഭവിച്ചത്. ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്.